ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ കർത്താവും നാഥനുമായവൻ യോഹന്നാൻ സ്നാപകനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചതിൻ്റെ ഓർമ്മയായി പരിശുദ്ധ സഭ ദനഹ പെരുന്നാൾ ആചരിക്കുകയാണ്. ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം, വെളിപ്പെട്ടത് എന്നാണ്. ഗ്രീക്ക് വാക്കായ എപ്പിഫാനിയ എന്ന പദത്തിൽ നിന്നാണ് ഉദയം എന്ന വാക്ക് രൂപപ്പെട്ടു വന്നത്. പ്രിയപ്പെട്ടവരെ, തിരുവചനം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി യോഹന്നാൻ സ്നാപകനിൽ നിന്ന് യോർദാൻ നദിയിൽ വെച്ച് നമ്മുടെ കർത്താവും നാഥനുമായവൻ മാമോദിസ സ്വീകരിക്കുവാനായി കടന്നു വരികയും യോഹന്നാൻ സ്നാപകൻ കർത്താവിന് മാമോദിസ നൽകുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ട് പിതാവിൻ്റെ ശബ്ദം, ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ആ വലിയ ശബ്ദം കേൾക്കപ്പെടുകയും അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുമിശിഹായുടെ മേൽ ഇറങ്ങി ആവസിക്കുകയും ചെയ്ത പരിശുദ്ധ തൃത്വം വെളിപ്പെട്ട ദിനമായിട്ടാണ് പരിശുദ്ധ സഭ ഇതിനെ കണക്കാക്കി ആചരിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെയും സമസ്ത സൃഷ്ടിയുടെയും വിശുദ്ധീകരണമാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാളിലൂടെ നമ്മുടെ മനസ്സും ഹൃദയവും നമ്മുടെ ശരീരവും സമസ്ത സൃഷ്ടികളും വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിന് ഈ ശുശ്രൂഷകളെല്ലാം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.